ഹായ് ഹലോ ഫ്രണ്ട്സ് ഫാമിലി ലവേഴ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ഡേ മൈ ലൈഫ്. എൻ്റെ യൂട്യൂബ് തുടങ്ങിയ ശേഷം ഞാൻ ഫസ്റ്റായിട്ട് ഇടുന്ന ഒരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ 5:30 എണീറ്റ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. രാവിലെ എണീറ്റ് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെയാണ് എനിക്ക് ബോധം വന്നത്, എടുത്താലോ എന്നുള്ളൊരു ബോധം വന്നത്. അപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ എണീറ്റ ഉടനെ തന്നെ ബ്രഷ് ചെയ്തു, അതൊക്കെ കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഞാൻ ചൂടുവെള്ളം ഉപ്പിട്ട് ചൂടാക്കി ഞാൻ നന്നായിട്ട് ആവി കൊള്ളിച്ചേട്ടോ. കാരണം നല്ല തണുപ്പുള്ള ടൈമാണ്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാട്ടോ. അപ്പോൾ ആവിയൊക്കെ പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും, പിന്നെ ജലദോഷവും ഒക്കെ വരും. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തുമ്മൽ, ഇങ്ങനെ അലർജിയുടെ ഇത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന ശേഷം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം ശ്വാസം മുട്ടലും വലിവും ഒക്കെ ആയിട്ട് എനിക്ക് പണിയാണ് രാവിലെ എണീക്കുമ്പോഴൊക്കെ തുമ്മലും ചീറ്റലും ഒക്കെ ആയിട്ട്. ആദ്യത്തെ അവിടുത്തെ വീട്ടിലായിരുന്നപ്പോൾ അത് ആദ്യം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു വർഷമായിട്ട് അങ്ങനെ സ്റ്റാർട്ടിങ് ആയി. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചായ ഇടാൻ പോകാം കേട്ടോ. ചായ എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ വെള്ളവും പാലുമൊക്കെ ചേർത്ത് പഞ്ചസാരയും തേയിലപ്പൊടിയൊക്കെ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇത് തിളച്ച ശേഷം തേയിലപ്പൊടിയും തിളച്ചത് ഒന്ന് ഇതാക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട്, ഇതിപ്പോൾ എല്ലാം എളുപ്പത്തിൽ വേണ്ടി ഞാൻ ചെയ്യുകയാണ്. പിന്നെ എൻ്റെ ഈ കോപ്രായം കണ്ടിട്ട് സ്റ്റെപ്പ് ഡാൻസൊക്കെ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. സ്കൂളിലൊന്ന് ഹോസ്പിറ്റൽ ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി സ്റ്റെപ്പ് പ്രാക്ടീസാണ്. അപ്പോൾ അത് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ ചെയ്ത് നടക്കുകയാണ്, കാരണം മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. പിന്നെ ബാക്കിൽ നിന്ന് കുത്തി ഇറക്കുകയാണ് പുട്ട്. അപ്പോൾ ഞാൻ നമ്മളാ ഇതില്ലേ, എൻ്റെ ലൈറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഒരു പുട്ട് തള്ളി മാറ്റുന്നത്. നമ്മളിപ്പോൾ സംഭവം നമ്മളിങ്ങനെ പുട്ട് ഇങ്ങനെ കുത്തി ആ സംഭവമില്ലേ, എനിക്ക് തട്ടി മുട്ടി ആ ഡയലോഗ് ഓർമ്മ വരുന്നത്. ആ സംഭവം നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, അതിന് വേണ്ടി കുത്താൻ വേണ്ടി പ്രത്യേകിച്ച് ഞാൻ മാറ്റിയൊന്നും വെച്ചിട്ടില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ ചോറൊക്കെ വെച്ചു. ചോറ് വെച്ചിട്ടില്ല, ഒരു തിളപ്പിച്ചൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം വെച്ചിട്ട് തന്നെ കുളിച്ച് തല കുളിച്ചില്ല, മേലെ കഴുകി, ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ ഈ പുട്ട് ചൂടോടെ കഴിച്ചാലേ കൊള്ളാവൂ. അപ്പോൾ ഏത് പുട്ടെന്ന് വെച്ചാൽ നമ്മൾ അമൃതപ്പൊടിയില്ലേ, അത് വെച്ചിട്ടാട്ടോ ഞാൻ പുട്ടുണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതും ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചായ അനുചേട്ടൻ പിന്നെ ജിമ്മിൽ പോയിട്ടുണ്ട്, അനുചേട്ടനും വരാൻ ടൈമായി. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ എനിക്കിത് കഴിക്കാൻ എല്ലാ സാധനവും ചൂടോടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തണുത്ത് കഴിഞ്ഞാൽ ഇഷ്ടമില്ല. അപ്പോൾ ചോറാണെങ്കിലും എല്ലാം ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പുട്ട് കഴിച്ച് എന്തുണ്ടാക്കിയാലും അപ്പം തന്നെ ടേസ്റ്റ് ചെയ്യും. അതെൻ്റെ ഒരു സ്വഭാവമായി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ ഓർമ്മിച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. പിന്നെ എന്താ, എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഡേ മൈ ലൈഫ്. ഒരുപാട് പേരിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ ചായ തിളച്ച കേട്ടോ, എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ചായ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമായിരുന്നു ആ ചായ. പിന്നെ പ്രോഗ്രാമിൻ്റെ തലേദിവസം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്കെന്തോ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ ഭയങ്കര ഒരു മടിയാണ്. കാരണം ടൈം വേണം നമുക്കിതൊക്കെ ഇങ്ങനെ വോയിസ് കൊടുക്കാനും. വീഡിയോ എടുത്ത് വയ്ക്കും, ഇഷ്ടംപോലെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, പക്ഷേ ഇടാനാണ് ടൈം ഇല്ലാത്തത്. അപ്പോൾ ടൈം വേണമല്ലോ എഡിറ്റ് ചെയ്യാനും. പിന്നെ എന്താ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നിട്ട് എനിക്കിവിടെ ഈ അടുക്കള ഫേസിൽ നിൽക്കാൻ വ്യൂ നല്ല രസമാണ് കേട്ടോ. ആ തണുപ്പൊക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്നത്, കോട നിറഞ്ഞ് ഇങ്ങനെ നിൽക്കില്ലേ, അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം എൻ്റെ പുട്ടൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചിക്കനുണ്ട്, പിന്നെ പഴം. എനിക്ക് ഈ പഴവും ഞാൻ ഇത്രേ കഴിക്കുകയുള്ളൂ പുട്ട്. അങ്ങനെ ഓവർ ഇങ്ങനെ കാണിക്കുന്നതല്ല. എനിക്ക് ഇപ്പം കേട്ടോ
കുറച്ച് ഇപ്പം നമ്മളെ നായകൻ വന്നിട്ടുണ്ട്. നമ്മൾ അനീഷ് ഭായ് എത്തിയിട്ടുണ്ട്. ജിമ്മിലൊക്കെ പോയിട്ട് മസിലൊക്കെ ഉരുണ്ട് കാണിക്കുകയാണ്. ഭയങ്കര ക്യാമറ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാനായി മനുഷ്യന് ഇഷ്ടം. അപ്പോൾ ഞാൻ പോകുന്ന മുന്നേ തന്നെ നമ്മളെ അരി ഉഴുന്നും വെള്ളത്തിലിടുകയാണ്. കാരണം നാളത്തെ കാര്യം നമ്മൾ ചിന്തിക്കണമല്ലോ. ഇന്ന് ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഐഡിയ, അയ്യോ നാളത്തേക്കൊന്നും ഇട്ടില്ലല്ലോ, നാളെയും പുട്ടി തന്നെ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ മറന്നു പോകും. അപ്പം നമ്മൾ പോകുന്ന ആ തിടുക്കത്തിൽ മറന്നു പോകും. പിന്നെ ഇന്ന് ഇച്ചിരി സമയം ഉള്ളതുകൊണ്ട് നമ്മളെ ബായി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബായി ഹോസ്പിറ്റലിലുള്ളതുകൊണ്ട് സാരമില്ല. ഞാൻ ചെന്ന ശേഷം ബായിക്ക് മാനന്തവാടി പോകണം. മാനന്തവാടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചെന്ന ശേഷം പോവുള്ളൂ. അപ്പോൾ ഞാനെന്താ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് പോവാൻ. ഈ പിള്ളേരെയൊക്കെ സ്കൂളിൽ അവർക്ക് എക്സാമാണ്. അപ്പോൾ അവർ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പോൾ 8 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 8 മണി ആയിട്ടില്ല, ആവാൻ പോകുന്നു. അപ്പോൾ ഞാൻ ബെഡൊക്കെ വിരിച്ചു എല്ലാം ചെയ്തിട്ട് വേണം പോവാൻ. പക്ഷെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇവർ നേരത്തെ വരുമല്ലോ. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ തല കുത്തനായിരിക്കും. പിന്നെ ആ പാൻറ്റ്, ജനലിൽ പാൻറ്റ് ഇട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഉണങ്ങാൻ വേണ്ടി ഇട്ട കേട്ടോ ഗേസ്. നല്ല വെയിലടിക്കും. അപ്പോൾ വെയിലടിക്കുമ്പോൾ ആ ജനലിൽ ഇടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും. അതുകൊണ്ടാട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പം ഞാൻ വിരിച്ച് നീറ്റാക്കി. അത് അനുഷേട്ടൻ ചെയ്തോളും. അങ്ങനത്തെ കുഞ്ഞു വലിയ വലിയ കാര്യങ്ങൾ അനുഷേട്ടൻ ചെയ്തോളും. പാത്രം കഴിയും, സമയമില്ലെങ്കിൽ ചെയ്തോളും. പിന്നെ അനുഷേട്ടൻ തന്നെ വിളക്ക് കത്തിക്കും. ഞാൻ രാവിലെ കുളിച്ച് തല കുളിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഞാൻ രാവിലെ തന്നെ ഞാനും കത്തിക്കും. അപ്പോൾ അനുഷേട്ടൻ രാവിലെ എണീറ്റ് പോവും ജിമ്മിൽ. ഇപ്പോൾ വൈകിട്ടാക്കി. അങ്ങനെ കേട്ടോ. പിന്നെന്താ, ഇങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് ടൈമാണ് ഇത്. വിജയിച്ചാൽ എനിക്ക് സെക്കൻഡ് ടൈമിൽ ഡേ മൈ ലൈഫ് ഇടേണ്ട ഒരു ഇത് വരുള്ളൂ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി പോവാൻ ടൈമായി. അപ്പോൾ റെഡിയായി കഴിഞ്ഞു. എൻ്റെ കുറച്ച് വീഡിയോ ഭാഗങ്ങൾ കാണാനില്ല ഗൈസ്. ഞാൻ ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഇവരെടുത്തായിരുന്നു. അനുഷേട്ടനും മോളും കൂടി എടുത്തത്. പക്ഷെ അതൊന്നും കാണാനില്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജിമ്മിൽ ആണല്ലേ ഞാൻ ഇങ്ങനെ റെഡി ആയതിൻ്റെ വീഡിയോ എടുത്തു. അപ്പോൾ എൻ്റെ ബാക്കിൽ വന്ന് മസിലൊക്കെ വരിപ്പിച്ച് കാണിക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പോകുന്ന വഴിയാണ് ഗൈസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. എന്ന് വെച്ചാൽ ഇതുവഴി പോകുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് എന്ത് സുഖമെന്ന് അറിയാമോ. ഈ കോടയൊക്കെ നിറഞ്ഞിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ നമ്മളെ ഗൈസ് നമ്മളെ ഇച്ചിരി കുഞ്ഞു കുട്ടി കുറുമ്പന്മാരും കുറുമ്പികളൊക്കെ ഉണ്ടായിരുന്നു ECG എടുക്കാൻ അവർക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടി. അപ്പോൾ നമ്മളെ പ്രാക്ടീസാണ് ഗൈസ്. അപ്പോൾ ബൈ ബൈ, ഓക്കെ.